സംഭവം ഉണ്ടായപ്പോൾ തന്നെ ABVP വിദ്യാഭ്യാസ മന്ത്രിക്ക് അനുകൂലമായി പ്രകടനം നടത്തുന്നു. ABVP നേതാക്കൾ വിദ്യാഭ്യാസ മന്ത്രിയെ പോയി കണ്ട് അഭിവാദ്യം അർപ്പിക്കുന്നു. നിങ്ങളുടെ നേതാക്കൾ ഞങ്ങൾ ഈ ഹെഡ്ഗേവാറിനെ പഠിപ്പിക്കാൻ പോവുകയാണെന്ന് പ്രഖ്യാപിക്കുന്നു. നേരത്തെ മനുപ്രസാദ് തന്നെ പറഞ്ഞു കരിക്കുലം തീരുമാനിക്കുന്നതും പാഠപുസ്തകങ്ങൾ തീരുമാനിക്കുന്നതും ഒക്കെ സംസ്ഥാന ബോർഡുകൾ തന്നെയാണെന്ന് നേരത്തെ മനുപ്രസാദ് തന്നെ പറഞ്ഞു എന്ന് മാത്രമല്ല കേന്ദ്ര വിദ്യാഭ്യാസ സെക്രട്ടറി അത് പറഞ്ഞിട്ടുണ്ട്. NEP പ്രഖ്യാപിച്ചതിന് ശേഷം അനൗൺസ് ചെയ്ത 2020 ശേഷം പാഠപുസ്തക പരിഷ്കരണം നടപ്പാക്കിയ പുസ്തകങ്ങളൊക്കെ അച്ചടിച്ച് വിതരണം ചെയ്തിട്ടുള്ള എല്ലാ ക്ലാസുകളിലേക്കും വിതരണം ചെയ്തിട്ടുള്ള സംസ്ഥാനമാണ് കേരളം. ഇതൊക്കെ ഇങ്ങനെയാണെങ്കിലും കുറെ അങ്ങോട്ട് രാഷ്ട്രീയമായി കലക്കവളം ഉണ്ടാക്കുക, അതിൽ മീൻ പിടിക്കുക എന്നുള്ളത് നടത്തുന്നതുകൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ ഇത്രയും വഷളാവുന്നത് പ്രശ്നങ്ങൾ. അങ്ങനെയൊന്നുമല്ല. കേരളത്തിൽ സ്വാഭാവികമായിട്ടും എല്ലാ ഗുണകരമായ പദ്ധതികളും വരുമ്പോൾ അതിലെല്ലാം ചർച്ച മാറ്റി ഇത്തരത്തിൽ കൊണ്ടുപോകുക എന്നുള്ളത് ഒരു പരിശ്രമം ഇരു മുന്നണികളും നന്നായി നടത്തുന്നു എന്നുള്ളതാണ്. ABP സംബന്ധിച്ചിടത്തോളം അവർ വിദ്യാർത്ഥി വിഷയത്തിൽ നിൽക്കുന്ന ഒരു സംഘടനയാണ്. ABP ആ തരത്തിൽ പ്രവർത്തിക്കുന്നവരാണ്. അവരാണ് ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ സമരം നടത്തിയത്, തല്ലുകൊണ്ട് ജയിലിൽ പോയത്. സ്വാഭാവികമായിട്ട് അവർക്ക് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാകുമ്പോൾ, കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാകുമ്പോൾ ആ തീരുമാനത്തിന് അനുകൂലമായ സമീപനം സ്വീകരിക്കുക എന്നുള്ളത് അതിൽ അവർ രാഷ്ട്രീയം കണ്ടില്ല എന്നുള്ളതായിരിക്കാം. ഇവരൊക്കെയാണെങ്കിൽ രാഷ്ട്രീയം മാത്രമാണ് ഇവർ മുന്നോട്ട് പോകാൻ, ജീവിക്കാൻ, വെച്ചുപൊറിപ്പിക്കാൻ മുന്നോട്ട് പോകുന്നത്. രാഷ്ട്രീയത്തിനപ്പുറം കേരളത്തിന്റെ വികസനത്തെക്കുറിച്ച്, ഡെവലപ്മെന്റിനെക്കുറിച്ച്, വിദ്യാഭ്യാസത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്ന ഒരു വിഭാഗം ഈ കേരളത്തിലുണ്ട്. അതിന്റെ ഉദാഹരണമായി അതിനെ കണ്ടാൽ മതി. സാധാരണ അതിൽ അങ്ങനെ കാണില്ല എന്നുള്ളതുകൊണ്ട് അത്ഭുതമായി തോന്നുമായിരിക്കും. ഞങ്ങളെക്കുറിച്ച് പറയാനുള്ളത് ഇത്ര കാലതാമസം വരുത്തി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്ര നല്ലൊരു പദ്ധതിയാണ് എന്ന് സർക്കാരിന് ബോധ്യമുണ്ടായിട്ടും എന്തിനു വേണ്ടി എന്ത് രാഷ്ട്രീയ നാടകത്തിന്റെ പേരിൽ ഇത് കാലതാമസം വരുത്തി? രണ്ട് കോൺഗ്രസിന്റെ ബഹുമാനപ്പെട്ട പ്രതിനിധിയുടെ ചില സംശയമാണ്. നരേന്ദ്രമോദിജിയുടെ സെൽഫി എടുക്കാൻ വേണ്ടി ഒരു സാധനം ഉണ്ടാക്കേണ്ടതുണ്ട്. എന്തുമാത്രം ബാലിശമായ, നിരുത്തരവാദമായ, വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളാണ് ഇവിടെ പടച്ചുവിടാനുള്ള പ്രചരണങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം നൽകിയത്. കേരളത്തിലും ഇന്ത്യയിലും നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ജവഹർലാൽ നെഹ്റു നെഹ്റുവിന്റെ പേരിൽ, ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധിയുടെ പേരിൽ ഇന്ത്യയിലുള്ള കോൺഗ്രസ് നേതാക്കളുടെ പേരിൽ മാത്രം നിലനിൽക്കുന്ന എത്ര പദ്ധതികൾ ഇന്ന് രാജ്യത്ത് നിലനിൽക്കുന്നു. പ്രധാനമന്ത്രി PMC പദ്ധതി എന്ന് പറയുന്നത് നരേന്ദ്രമോദിജിയുടെ പേരിലുള്ള പദ്ധതിയല്ല, പ്രധാനമന്ത്രിയുടെ പേരിലുള്ള പദ്ധതിയാണ്. ഇനി ഒരു കാലഘട്ടത്തിലും കോൺഗ്രസിന്റേതായ ഒരു പ്രധാനമന്ത്രി ഉണ്ടാകില്ല എന്നുള്ള ബോധ്യത്തിൽ നിന്ന് ഇത്തരത്തിൽ പറയുന്നതിനെ ഞങ്ങൾ അത്ഭുതത്തോടെ കാണുന്നില്ല. പക്ഷേ ഇതെല്ലാം നരേന്ദ്രമോദിയുടെ പേരാണ് എന്ന് പറഞ്ഞിട്ട് എതിർക്കാൻ നിൽക്കുന്ന ഒരു തെറ്റായ പ്രചരണങ്ങൾക്ക് ഇവർ നേതൃത്വം കൊടുക്കുകയാണ്. ഇവർ മുന്നണി രാഷ്ട്രീയത്തെക്കുറിച്ച് പറഞ്ഞു. ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഒരു മുന്നണി ഉണ്ടാക്കി ഒരേപോലെ മത്സരിച്ച് CPIക്ക് പാർലമെന്റിലും അതുപോലെ തന്നെ പല നിയമസഭകളിലും അംഗങ്ങളെ ഉണ്ടാക്കി കൊടുക്കാൻ പരിശ്രമിക്കുന്നവർ ഒറ്റ ചോദ്യം കൂടി ചോദിക്കാം. ഈ കാവ്യവൽക്കരണത്തെക്കുറിച്ച് വല്ലാതെ ഭയപ്പെടുന്നവർ എന്തേ രാജസ്ഥാനിലെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയും അവിടുത്തെ മന്ത്രിസഭയും PMC പദ്ധതിക്ക് ഒപ്പുവെക്കുമ്പോൾ KC വേണുഗോപാലിന്റെ നാവൊന്ന് പൊന്താതെ പോയത്? അവിടുത്തെ കുട്ടികൾക്ക് അവകാശങ്ങൾ കിട്ടിക്കൊട്ടെ, കേരളത്തിലെ കുട്ടികളൊന്നും ലഭ്യമാക്കണ്ട എന്ന മാനസികാവസ്ഥയുണ്ടല്ലോ. ഈ മാനസികാവസ്ഥ കേരളത്തിലെ ജനങ്ങൾ തള്ളിക്കളയുന്നത് ഉടനെ തന്നെ കാണേണ്ടി വരും. ശബരിമലയിൽ നിങ്ങൾ ഉൾപ്പെടെയുള്ളവർ പ്രതിസ്ഥാനത്ത് നിൽക്കുമ്പോൾ നിങ്ങൾ ഉൾപ്പെടെ രക്ഷിക്കാൻ ഈ ചർച്ച